നമ്മൾ APയുടെ എക്സസൈസ് 5.3യിലെ 4th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. How many terms of the AP 9, 17, 25, etc. must be taken to give a sum of 636? നമുക്കൊരു AP തന്നിട്ടുണ്ട്, അതിന്റെ സം നമുക്ക് തന്നിട്ടുണ്ട് 636. അങ്ങനെയാണെങ്കിൽ ഈ APയിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്രയോ ഒരു ടേംസിന്റെ നമ്പർ ഓഫ് ടേംസിന്റെ സം ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് 636. അങ്ങനെയാണെങ്കിൽ ഈ APയിലെ എത്ര ടേംസിന്റെ സം ആണ് 636 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന AP ഒന്ന് എഴുതാം. AP എന്ന് പറയുന്നത് ഏതാണ്? 9, 17, 25, etc. സം തന്നിട്ടുണ്ട്. SN is equal to 636. ഫസ്റ്റ് ടേം നമുക്കറിയാം 9. കോമൺ ഡിഫറൻസ് നമുക്കറിയാം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇതൊരു AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 17ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 8 പ്ലസ് 8, 17 മൈനസ് 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി, SN കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം SN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 into 2a plus n minus 1 into d. SN is 636. n നമുക്കറിയില്ല, n/2. 2 into ഫസ്റ്റ് ടേം നമുക്കറിയാം 9 പ്ലസ് n നമുക്കറിയില്ല n minus 1. കോമൺ ഡിഫറൻസ് അറിയാം 8. So 636 is equal to n/2 into 18 plus 8 into n, 8n minus 8. Bracket expand ചെയ്തു. That is equal to n/2 into 18 minus 8 is 10. 10 plus 8n. Left side is 636. ഈ 2 കൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 636 into 2 that is equal to n അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10n plus 8n square. ഇതെന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ 7 1 2 7 2 that is equal to 10n plus 8n square. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 8n square plus 10n minus 1272 is equal to 0. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ ഇക്വേഷനെ ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ടേം 4n സ്ക്വയർ ആയിട്ട് മാറും, സെക്കൻഡ് ടേം 5n ആയിട്ട് മാറും, തേർഡ് ടേം നമുക്കറിയാം 636 is equal to 0. അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അത് ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം ഇവിടെ നോക്കുക, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വലിയൊരു നമ്പർ ആണ് കിട്ടുന്നത്. നമുക്ക് അതിന്റെ ഫാക്ടേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഏതായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? -b, എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac by 2a. ഇവിടെ -b എന്ന് പറയുന്നത് 5 ആണ് സെക്കൻഡ് ടൈം. സോ -5 പ്ലസ് ഓർ മൈനസ് √b². b is 5. 5ന്റെ സ്ക്വയർ 25 minus 4 into a is 4. c is -636 divided by 2a. 2 into 4. First term 4. That is equal to -5 plus or minus √25. Minus into minus plus ആയിട്ട് മാറും. ഇത് 16 ആയിട്ട് മാറും. 16 into 636 divided by 8. That is equal to -5 plus or minus root of. നമുക്കറിയാം 636 into 16. 25 plus 10176 divided by 8. ഇനി നമുക്ക് ഇത് ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? സം ചെയ്യണം. സം ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. -5 plus or minus root of
സം ചെയ്യുമ്പോൾ 10201 ഡിവൈഡഡ് ബൈ 8. റൂട്ടിനകത്ത് 10,201 നമുക്കറിയാം. അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? റൂട്ട് ഓഫ് 10,201 അതായത് 101 ആണ്. സോ -5 പ്ലസ് ഓവർ മൈനസ് 101 ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 പ്ലസ് 101 ബൈ 8 ഓർ -5 മൈനസ് 101 ബൈ 8. അതായത് പ്ലസ് ഓർ മൈനസ് ആണ് കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് വാല്യൂം ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. സോ -5 പ്ലസ് 101 ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 ബൈ 8 എന്ന് വരും. ആൻഡ് അടുത്തത് എന്ത് വരും? -106 ബൈ 8. ഇവിടെ നമുക്ക് ക്യാൻസൽ ആക്കാം. 8 1s are 8, 8 2s are 16. സോ 12. ഇത് നെഗറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകില്ല, ഡെസിമൽ ആകില്ല, ഫ്രാക്ഷൻസ് ആകില്ല. സോ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? 12. സോ നമ്പർ ഓഫ് ടേം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഈസ് 12. അപ്പോൾ ഈ തന്നിരിക്കുന്ന AP-യിലെ 12 ടേംസിന്റെ സം ആണ് നമുക്ക് എത്ര എന്ന് കിട്ടിയേക്കുന്നത്? 636 എന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് ആൻ AP is 5, ലാസ്റ്റ് ടേം is 45 and the sum is 400. Find the number of terms and the common difference. അതായത് നമുക്കിവിടെ ഒരു AP-യുടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസ് എന്നും കോമൺ ഡിഫറൻസും. നമുക്ക് തന്നിരിക്കുന്ന എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ലാസ്റ്റ് ടേം AN is equal to 45, സം SN is equal to 400. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും. അപ്പൊ നമുക്ക് സം തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എഴുതാം SN is equal to n/2 into A plus AN. ലാസ്റ്റ് ടേം ഉള്ളത് കൊണ്ട് നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A plus AN. സോ SN എന്ന് പറയുന്നത് 400 ആണ്. നമ്പർ ഓഫ് ടേംസ് നമുക്ക് അറിയില്ല, n/2. ഫസ്റ്റ് ടേം 5 ആണ്, ലാസ്റ്റ് ടേം 45. സോ 400 is equal to n/2 into 50. 2 into 25 50. So 25 n is equal to 400 or n is equal to 400 by 25. That is equal to നമുക്കറിയാം 16 ആണ്. 16 25 into 4 ആണ് 100. അങ്ങനാണെങ്കിൽ 16 into 25 ആണ് 400. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? 16. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ AN is equal to A plus n minus 1 into D. AN എന്ന് പറയുന്ന 45 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 5 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന 16 ആണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു. ഇൻറ്റു D. Or 45 minus 5 is equal to 16 minus 1 is 15D. Or 40 is equal to 15D. Or D is equal to 40 by 50. 5 കൊണ്ട് ക്യാൻസൽ ആക്കിയ 5 3s are 15, 5 8s are 40 or 8 by 3. So common difference D is equal to 8 by 3. Next question, the first and last term of an AP are 17 and 350 respectively. If the common difference is 9, how many terms are there and what is their sum? നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടേംസ് ആർ ദെയർ ആൻഡ് വാട്ട് ഈസ് ദെയർ സം? നമ്പർ ഓഫ് ടേംസും കണ്ടുപിടിക്കണം, സമ്മും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എഴുതാം. ഫസ്റ്റ് ടേം A is equal to 17 and ലാസ്റ്റ് ടേം AN is equal to 350. കോമൺ ഡിഫറൻസ് D is equal to 90. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസും കണ്ടുപിടിക്കണം, സം SN കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് AN തന്നിട്ടുണ്ട്. സോ AN is equal to A plus n minus 1 into D. AN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A plus n minus 1 into D. സോ AN എന്ന് പറയുന്നത് 350 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 17 ആണ്. നമ്പർ ഓഫ് ടേംസ് അറിയില്ല, കോമൺ ഡിഫറൻസ് 9. or 350 is equal to 17 plus 9n. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 9n minus 9. So 350 is equal to 17 minus 9
17 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 8 പ്ലസ് 8 പ്ലസ് 9. സോ 9 is equal to 350 minus 8. 350 നിന്ന് 8 പോയി കഴിഞ്ഞാൽ 342. 9n is equal to 342 or n is equal to 342 divided by 9. ഡിവൈഡ് ചെയ്യുക. എന്നിന്റെ വാല്യൂ നമുക്ക് ഇതിനകത്തുനിന്ന് that is equal to ഡിവൈഡ് ചെയ്യുമ്പോൾ 38 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി. ഇനി നമുക്ക് Sn ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 into a plus an. n നമുക്കറിയാം 38 എന്ന് കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ 2. ഫസ്റ്റ് ടേം 17, ലാസ്റ്റ് ടേം 350. That is equal to 38 by 2 is 19 into ഇതെത്ര വരും? 17 പ്ലസ് 350. 17ഉം 350ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 367. സോ Sn is equal to 19 into 3. എന്ത് കിട്ടി? 6973. അതായത് S38 ടേം ആണുള്ളത്. ആ 38 ടേംസിന്റെ സം എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 6973.